ഹലോ, വെൽക്കം ബാക്ക് ടിയേഴ്സ്. ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് ചെറിയൊരു ബ്രേക്ക് എടുത്തു. വെക്കേഷന് കോട്ടയത്തൊക്കെ പോയിട്ട് വന്നപ്പം നല്ല ചുമയും തൊണ്ടവേദനയും വോയിസൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ 1-2 വ്ളോഗുകളൊക്കെ ഞാൻ എടുത്തത് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഡിസംബർ 31 ന്യൂ ഇയറിൻ്റെ തലേദിവസം എടുത്ത വ്ളോഗാണ്. കുട്ടികൾക്ക് ജാനുവരി 3 സ്കൂൾ തുറക്കുന്നത്. അപ്പോൾ ഞാൻ കോട്ടയത്തു നിന്ന് വന്നിട്ട് എൻ്റെ വീട്ടിൽ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ചെറിയൊരു യാത്രയുണ്ട്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു കാപ്പി ഇട്ട് കുടിക്കാൻ പോവാണേ. തൊണ്ടവേദനയും ചുമയൊക്കെ മാറാനായിട്ട് അമ്മ എപ്പോഴും ഉണ്ടാക്കി തരുന്ന ഒരു കാപ്പിയാണ് കേട്ടോ. നല്ല എഫക്റ്റീവാണ്. എനിക്ക് ചുമ വന്നു കഴിഞ്ഞാൽ ഈ സിറപ്പൊന്നും കുടിച്ചാൽ മാറത്തില്ല. ഒരു 1-2 ആഴ്ച അങ്ങനെ നിൽക്കും. അപ്പോൾ എല്ലാം ഫ്രഷായിട്ട് ചതച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കാപ്പി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2 ടീസ്പൂൺ അളവിൽ പച്ച മല്ലി എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് കാപ്പിക്കുള്ള അളവാണ് കേട്ടോ ഞാനീ പറയുന്നത്. അതേ മല്ലിയുടെ അതേ അളവിൽ തന്നെ കുറച്ച് കുരുമുളക് ചതച്ചെടുക്കണം. ഈ ചുക്ക് കാപ്പിയുടെ പൊടി നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഫ്രഷായിട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. രുചിയും ഗുണവും അത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 ചെറിയ ഉള്ളി കേട്ടോ. ഉള്ളിയുടെ അളവ് വേണമെങ്കിൽ കൂടുതൽ എടുക്കാവേ. ആ ഒരു ഉള്ളി ചേർക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ എടുക്കാം. പിന്നെ കുറച്ച് തുളസിയില വേണം. കൃഷ്ണ തുളസി ആണെങ്കിൽ കൂടുതൽ നല്ലത്. ലാസ്റ്റ് മധുരത്തിനായിട്ട് കരിപ്പട്ടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കരിപ്പട്ടി പുറത്തിരുന്ന് ഇച്ചിരി ഒന്ന് അലിഞ്ഞു പോയതാണേ. അപ്പോൾ അത് എത്ര മധുരം വേണോ അതിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഇച്ചിരി എരിവും ഒക്കെയുള്ള കാപ്പി ആയതുകൊണ്ട് തീരെ മധുരം കുറച്ച് എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനൊരു 3 ടീസ്പൂണോളം കരിപ്പട്ടി ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇതിന് നമുക്ക് അടുപ്പിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഒന്ന് തിളച്ച് വരുമ്പം ഈ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒന്ന് വറ്റി ലാസ്റ്റ് നമുക്ക് 2 ഗ്ലാസ് കാപ്പി കിട്ടണം. ആ ഒരളവിലാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. എനിക്ക് നല്ല സിവിയറായിട്ടുള്ള തൊണ്ടവേദനയും ചുമയും ഒക്കെ ആയിരുന്നു കേട്ടോ. ഈ ഒരു കാപ്പി ഒരു 3 ദിവസം 2 നേരം വെച്ച് കുടിച്ചു കഴിഞ്ഞപ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടി. ഇത് എരിവുള്ള കാപ്പി ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഇത് കുടിക്കാവുള്ളൂ. വെറും വയറ്റിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒന്നും കുടിക്കരുത്. അമ്മയുടെ പച്ചക്കറി കൃഷിയൊക്കെ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇടയ്ക്ക് മെസ്സേജ് വരാറുണ്ട്. നേരത്തെ അമ്മ ടെറസിൽ നല്ലപോലെ പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ടെറസിൽ ഷീറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ അവിടെ പച്ചക്കറിയൊന്നും വെച്ചിട്ടില്ല. പക്ഷെ താഴെ നട്ട് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ രോഗങ്ങളാണോ പുഴുവൊക്കെ വന്നിട്ട് ഒന്നും നേരെ പിടിക്കുന്നില്ല കേട്ടോ. എന്ത് വെച്ചാലും ഇതുപോലെ ഇങ്ങനെ കുരുടിച്ച് അത്ര ഹെൽത്തി ആയിട്ടല്ല വളരുന്നത്. തക്കാളിയൊക്കെ ആണെങ്കിൽ 1-2 ഒക്കെ ഇടയ്ക്ക് ഉണ്ടാവും കണ്ടോ. ഇലകളൊക്കെ ഇങ്ങനെ കുരുടിച്ച പോലെയാണ് നിൽക്കുന്നത്. അപ്പം അമ്മ പല കാര്യങ്ങളുമൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് നേരെ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം വലിയ കൃഷിയൊന്നുമില്ല. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ നട്ടിട്ടേ ഉള്ളൂ. പിന്നെ പയറൊക്കെ ആണെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒരു 4-5 എണ്ണമൊക്കെ കിട്ടിയാലായി. ഇതുപോലെയാണ് നിൽക്കുന്നത്. പിന്നെ ചീര മാത്രം വലിയ കുഴപ്പമില്ലാതെയൊക്കെ കിട്ടും. അപ്പോൾ അതിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചട്ടികളിലൊക്കെ വെക്കാറുണ്ട്. ചുവന്ന ചീരയും പല ടൈപ്പ് ചീര ഉണ്ടല്ലോ, അതൊക്കെ വെക്കാറുണ്ട്. പിന്നെ കോളിഫ്ലവർ ആണോ ക്യാബേജ് ആണോ ഇപ്പോൾ നട്ടിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിന് ഇതുവരെയും പ്രശ്നമൊന്നുമില്ല. നോക്കാം എങ്ങനെ വരുന്നു. അപ്പോൾ ഇന്ന് ലഞ്ച് കഴിഞ്ഞ് നമുക്ക് ചെറിയൊരു യാത്രയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലഞ്ചാണ് കേട്ടോ ഇത്. ചക്കക്കുരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ വീട്ടിൽ വെക്കാറില്ല. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത് എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ ഞാനതിന് മെനക്കെടാറില്ല. അപ്പോൾ എപ്പോഴും അമ്മയാണ് വെച്ച് തരുന്നത്. അപ്പോൾ ഇപ്പം ചക്കയുടെ സീസണൊക്കെ തുടങ്ങിയല്ലോ. അമ്മ ചക്കക്കുരു എല്ലാം എടുത്തു വെച്ചേക്കും. അപ്പോൾ ഇന്ന് ഒരു മെഴുക്കുവരട്ടിയാണോ തോരനാണോ എന്ന് പറയാൻ എനിക്കറിയില്ല. അമ്മ എപ്പോഴും ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ചക്കക്കുരുവെല്ലാം അതിൻ്റെ തൊലിയൊക്കെ കുറച്ചൊന്ന് ചുരണ്ടിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നേരെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, വെറുതെ പാനിലിട്ടു. അതിൻ്റെ കൂടെ തന്നെ സവോളയും ഇട്ട് കൊടുക്കാം. ഇത് കുക്കറിൽ വേണമെങ്കിലും വെക്കാം. പക്ഷേ പാനിലാണെങ്കിൽ കുറച്ചും കൂടെ സമയം എടുക്കുമെന്നേ ഉള്ളൂ. കറക്റ്റ് നമുക്ക് ആ ഒരു പാകത്തിന് വേവിച്ചെടുക്കാൻ പറ്റും. ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകത്തില്ല. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം.
ചക്കക്കുരുവിന് അത്യാവശ്യം വേവുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇടാം. അമ്മ ഇവിടെ കാന്താരി മുളകാണ് ഉപയോഗിക്കുന്നത്. സാധാ പച്ചമുളകായാലും മതി കേട്ടോ. കാന്താരി മുളക് ഒരു 5-6 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇച്ചിരി ഇതിനകത്ത് വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കത്തില്ല. അപ്പം ഇച്ചിരി എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളകോ കാന്താരിയോ ഏതാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കണം. ഈ ഒരു അളവിലാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് മുകളിൽ നിൽക്കുന്ന അളവിൽ വെള്ളം വേണം. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അടച്ചു വെച്ച് വെള്ളമൊക്കെ വറ്റി പാകത്തിന് വെന്ത് വരണം. ഇനി ഒരു ചമ്മന്തി ഉണ്ടാക്കണം. ഇത് പച്ചമല്ലിയൊക്കെ ചേർത്ത് അരയ്ക്കുന്ന ചമ്മന്തിയാണ് കേട്ടോ. ഇതെൻ്റെ അച്ഛൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. അപ്പോൾ പണ്ട് മുതലേ ഞങ്ങളിതുപോലെ മല്ലി ചേർത്തിട്ടാണ് ചമ്മന്തി അരയ്ക്കാറുള്ളത്. നല്ലൊരു ടേസ്റ്റാണേ. അപ്പോൾ ഒരു 5 വറ്റൽമുളകും ഏകദേശം 1/2 ടീസ്പൂണോളം പച്ചമല്ലി എടുത്തിട്ടുണ്ട്. മല്ലിയുടെ അളവ് കൂടാനും പാടില്ല. ഇതിന് പകരം മല്ലിപ്പൊടി എടുത്താലും ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. പച്ചമല്ലി തന്നെ വേണം. അപ്പോൾ ഈ വറ്റൽമുളകിൻ്റെ കുരു കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എരിവ് ഒന്ന് കുറഞ്ഞിരിക്കും. കാരണം ഇതിനകത്ത് നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഒരു വറ്റൽമുളക് ഒരു 5-6 എണ്ണമെങ്കിലും വേണം. അപ്പോൾ ഒരുപാട് എരിവ് വരാതിരിക്കാനായിട്ട് അതിൻ്റെ കുരു ഒന്ന് മാറ്റിയിട്ടാണ് എടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. വെറുതെ പാനിലിട്ട് നന്നായിട്ട് ആ ഒരു മുളക് മൂത്ത് വരണം. ഇതുപോലെ ആയിക്കഴിയുമ്പോൾ പാനൊന്ന് മാറ്റിയിട്ട് നമുക്ക് പച്ചമല്ലിയും ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഒരു മിക്സി ജാറിലേക്ക് ഏകദേശം 1 കപ്പോളം തേങ്ങ ഇടാം. ഒരു 3-4 പേർക്ക് കഴിക്കാനുള്ള ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ, ഈ ഒരു അളവിലാണെങ്കിൽ. അതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ച മല്ലി, വറ്റൽമുളക്, ചെറിയ ഉള്ളി ആവശ്യത്തിന് ഞാനൊരു 3 എണ്ണം ഇട്ടിട്ടുണ്ട്. വാളംപുളി ആവശ്യത്തിന്. പുളിയുടെ അളവ് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം കേട്ടോ. ഉപ്പും ചേർക്കാം. ഇനി ഇത് അരച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചമ്മന്തി റെഡി. നല്ല ഒരു മുളകും മല്ലിയൊക്കെ വറുത്ത ടേസ്റ്റുള്ള അടിപൊളി ചമ്മന്തി കേട്ടോ. ഇത് മാത്രം മതി ചോറുണ്ണാൻ. ഇത്ര ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരു പാകത്തിന് വെന്തിട്ടുണ്ട്. ഒരു 1/4 വേവായിട്ടുണ്ട് കേട്ടോ. വെള്ളം ഫുള്ളായിട്ട് വറ്റിയിട്ടില്ല. ഈ സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരു 2 ചെറിയ പിടി മതി, ഒത്തിരി വേണ്ട. തേങ്ങയിൽ വേറെ ജീരകം അങ്ങനെ ഒന്നും അരച്ചിട്ടില്ല, തേങ്ങ മാത്രമാണ് കേട്ടോ. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വീണ്ടും കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. ഈ ചക്കക്കുരു നല്ലപോലെ വേവണം. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ചെറിയ തീയിൽ വെച്ചാൽ മതി. അപ്പോൾ ഒന്ന് നല്ലതായിട്ട് വെന്ത് കഴിയുമ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ഇതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ എണ്ണയിലൊന്നും വഴറ്റിയിട്ടല്ല വെച്ചത്, വെറുതെ വെള്ളം ഒഴിച്ച് വേവിച്ചതാണ്. അപ്പോൾ ലാസ്റ്റ് ഈ പച്ച വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എണ്ണയും കൂടി ഒഴിച്ചൊരു 10 മിനിറ്റ് അടച്ചു വയ്ക്കുമ്പോൾ ഇത് റെഡിയാവും. ചമ്മന്തിയും ഈ ഒരു ചക്കക്കുരുവിൻ്റെ കൂട്ടും പിന്നെ മീൻ പൊരിച്ചത് അല്ലെങ്കിൽ ഓംലെറ്റാണ് കോമ്പിനേഷൻ. ഇന്ന് മീൻ കിട്ടിയില്ല, നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ സിമ്പിൾ ബട്ട് ടേസ്റ്റി ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചമ്മന്തിയും ചക്കക്കുരു മാത്രം മതി കേട്ടോ എനിക്ക് ചോറ് കഴിക്കാൻ. ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാനിറങ്ങി. എനിക്കിന്ന് അത്യാവശ്യമായിട്ടൊരു കസ്റ്റമറിന് ഒരു പാഴ്സൽ അയക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ അത് കൊടുത്തിട്ട് വേണം പോകാൻ.
ട്രിവാൻഡ്രത്തു നിന്ന് ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. ട്രിവാൻഡ്രം ടു തെങ്കാശി പോകുന്ന വഴിക്ക് കൊല്ലായിൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ വീട് അവിടെയാണ്. ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് വരുന്നതിന് മുന്നേ ഇവിടെയായിരുന്നു. അച്ഛനും അമ്മയും ഇടയ്ക്കിടയ്ക്ക് വരുമെങ്കിലും ഞാനിപ്പോൾ കുറച്ച് അധികമായി കേട്ടോ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഇപ്പോഴും ഒരു പക്കാ നാട്ടിൻപുറം തന്നെയാണ് കേട്ടോ. എവിടെ നോക്കിയാലും റബ്ബർ മരങ്ങളൊക്കെ ആണെന്നേ ഉള്ളൂ. നല്ല പച്ചപ്പാണ്, നല്ല ഭംഗിയാണ് കാണാൻ. അച്ഛൻ്റെ വീടിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ ഒരു തോടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും നല്ല മെമ്മറീസിലുള്ള കുഞ്ഞിലേ ഉള്ള നല്ല മെമ്മറീസിലുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. കാരണം ഞങ്ങൾ കസിൻസൊക്കെ ആയിട്ട് എപ്പോഴും ഇവിടെ മീൻ പിടിക്കാൻ വരും. അതിനകത്ത് ആകെയുള്ളത് മാനത്ത് കണ്ണി എന്ന് പറയും, കുഞ്ഞു മീൻ, ഗപ്പി പോലുള്ള മീനാണ്. അപ്പോൾ അത് ഇങ്ങനെ തോർത്തിട്ട് അത് പിടിക്കലായിരുന്നു ചെറുതായിരുന്നപ്പോൾ ഉള്ള ഞങ്ങളുടെ ഒരു ഹോബി, ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു അത്. അപ്പോൾ ഇപ്പോഴും ആ തോടിൻ്റെ ഒരു ഭംഗിയൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ മോളുടെ കൂടെ അവിടെ ചെന്നിരുന്ന് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു കേട്ടോ. മീനെ കണ്ടോ? കൊച്ചു മീനെ കാണുന്നുണ്ടോ? കുഞ്ഞു മീനെ കണ്ടോ? കണ്ടോ? ആ, മീൻ പിടിക്കാൻ നമുക്ക് തോർത്ത് വെച്ചാൽ മീൻ ഇങ്ങോട്ട് പോവായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി നീർത്തോട്ടിലിറങ്ങി നല്ല തെളിഞ്ഞ തണുത്ത വെള്ളമാണ്. ഇപ്പോഴും ആ മനത്തുണിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ അടുത്ത തവണ വരുമ്പോൾ മോളെടുത്ത് നമുക്ക് മീൻ പിടിക്കാമെന്നൊക്കെ പറഞ്ഞു. അവൾക്ക് ഇപ്പം തന്നെ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പിന്നെ ഡിസംബർ 31 ആയതുകൊണ്ട് ഒരുപാട് സമയം നിൽക്കാൻ മടിയായിരുന്നു. രാത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ ട്രാവൽ ചെയ്യാൻ ചില ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് നമ്മൾ തിരിച്ചു പോന്നു. എന്ത് ഭംഗിയുള്ള സ്ഥലമാണെന്നറിയാമോ? ആ തോടിൻ്റെ അതുവഴി നമുക്ക് കുറേ മുന്നോട്ട് നടക്കാം. 2 സൈഡും നല്ല ഭംഗിയാണ്. എത്ര സമയം നിന്നാലും നമ്മൾ മടുക്കില്ല കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ. അവൻ്റെ മോൾക്ക് ഇതുപോലെയൊക്കെ കാണാനും നല്ല ഇഷ്ടമാണ്. ഇതിൻ്റെ അക്കരയായിരുന്നു നമുക്ക്